ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് ഉണ്ട്, അതായത് IOCLൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് വെച്ചാൽ അപ്രൻറ്റിഷിപ്പ് പ്രോഗ്രാമാണ്, ഒരിക്കലും പെർമനൻറ്റ് ജോലിയൊന്നുമല്ല. അപ്രൻറ്റിഷിപ്പ് പ്രോഗ്രാമിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. നിങ്ങൾ അപ്രൻറ്റിഷിപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ നമുക്ക് നേരെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാൻ പറ്റുമ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം, വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ. ഓക്കെ, അന്നേരം നമുക്ക് എന്ത് ചെയ്യാം, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ, നിങ്ങൾക്ക് കാണാൻ പറ്റും. 10/2/2025 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പൈപ്പ് ലൈൻ ഡിവിഷൻസിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. വിവിധ സോൺ വൈസ് വാക്കൻസീസ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റും. വെസ്റ്റ് ബംഗാൾ, ബീഹാർ, അങ്ങനെ ഓരോരോ സോണാണ്. ഇവിടെ ഈസ്റ്റേൺ റീജിയൻ ആണ്, അതിൽ തന്നെ ഇങ്ങനെ ഓരോരോ വാക്കൻസി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓരോ കാറ്റഗറി ആയിട്ടുള്ള വെസ്റ്റേൺ റീജിയൻ, അതുപോലെ സദേൺ റീജിയനുണ്ട്, നോർത്തേൺ റീജിയൻ, ഓക്കെ, അതുപോലെ സദേൺ റീജിയൻ, അതുപോലെ തന്നെ സൗത്ത് ഈസ്റ്റേൺ റീജിയൻ, അങ്ങനെ ഒരുപാട് സോൺ വൈസ് വാക്കൻസീസ് ആണ്. ടോട്ടൽ വാക്കൻസി വന്നിരിക്കുന്നത് 487 വാക്കൻസീസ് ആണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ട് തന്നെ പറയാം കേട്ടോ. ഇതിൽ വിളിച്ചിരിക്കുന്ന കാറ്റഗറി എന്ന് വെച്ചാൽ വിവിധ കാറ്റഗറി വിളിച്ചിട്ടുണ്ട് കേട്ടോ. ട്രേഡ്, ടെക്നീഷ്യൻ, ഗ്രാജുവേറ്റ്, അപ്രൻറ്റീഷിപ്പിനൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഞാൻ ആദ്യം പറയാം, നിങ്ങൾ എലിജിബിൾ ആണോ നോക്കാം. ടെക്നീഷ്യൻ അപ്രൻറ്റീഷിപ്പിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ മെക്കാനിക്കലാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 3 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമയാണ് പഠിച്ചിരിക്കേണ്ടത്. നിങ്ങൾ +2 അല്ലെങ്കിൽ നിങ്ങൾ ITI കഴിഞ്ഞിട്ട് ലാറ്ററലിലൂടെ പഠിച്ചവരാണെങ്കിൽ 2 വർഷം ഡ്യൂറേഷൻ ആയിരിക്കും. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഡിപ്ലോമ മെക്കാനിക്കലേക്ക് അപ്ലൈ ആണെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങോ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിങ്ങോ കഴിഞ്ഞതായിരിക്കണം എന്നുള്ളതാണ്. ഇതിലേതെങ്കിലും ഒന്ന് കഴിഞ്ഞാൽ മതി. ഇനി ടെക്നിക്കൽ അപ്രൻറ്റീഷിപ്പ് ഇലക്ട്രിക്കൽ ഉണ്ട്. ഇലക്ട്രിക്കലിലേക്ക് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ 3 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമയോ അല്ലെങ്കിൽ ലാറ്ററലിലൂടെ ആണെങ്കിൽ 2 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമ കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗോ കഴിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അടുത്തത് ടെക്നീഷ്യൻ അപ്രൻറ്റീഷിപ്പിൽ ടെലികമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ആണ്. ഇതിലേക്കും 3 ഇയർ ഡ്യൂറേഷൻ ഉള്ള ഡിപ്ലോമ തന്നെയാണ്. അത് ലാറ്ററലിലൂടെ ആണെങ്കിൽ 2 ഇയർ ഡ്യൂറേഷൻ ആണെങ്കിലും കുഴപ്പമില്ല, അങ്ങനെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇത്രയും ഡിസിപ്ലിനാണ് ഈ ടെലികമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷനിലേക്ക് അപ്ലൈ ചെയ്യാനുള്ളത്. ഒന്ന്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇലക്ട്രോണിക്സ് ആൻഡ് റേഡിയോ കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് പ്രോസസ് കൺട്രോൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്തത് വിളിച്ചിരിക്കുന്ന കാറ്റഗറി ട്രേഡ് അപ്രൻറ്റീഷിപ്പ് ആണ്. ഇതിൽ അസിസ്റ്റൻറ്റ് ഹ്യൂമൻ റിസോഴ്സസ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ ഇവിടെ കാണാം. ഫുൾ ടൈം ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ്. ഓക്കെ, ഏതെങ്കിലും വിഷയത്തിലുള്ള ജസ്റ്റ് ഗ്രാജുവേഷൻ മതി. ഓക്കെ, നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിലുള്ള ഒരു ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന വാക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് ട്രേഡ് അപ്രൻറ്റീഷിപ്പ് തന്നെ അക്കൗണ്ടൻ്റ് ആണ്. ഇതിൽ നിങ്ങൾക്ക് BCom കഴിഞ്ഞവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് +2 പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാവുന്ന വേക്കൻസിയാണ്. പക്ഷേ നിങ്ങൾക്ക് ഗ്രാജുവേറ്റ് ഉണ്ടാവും ചെയ്യരുത്. അതായത് +2 കഴിഞ്ഞവരായിരിക്കണം. പക്ഷേ നിങ്ങൾ ഡിഗ്രി നിങ്ങൾക്ക് ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷയുടെ ലാസ്റ്റ് ഡേറ്റിലേക്ക് നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടാകരുത് എന്നുള്ള കണ്ടീഷനാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ജസ്റ്റ് +2 ആണ് ക്വാളിഫിക്കേഷൻ, പക്ഷേ നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ഉണ്ടാകാനും പാടില്ല എന്നുള്ള കണ്ടീഷനാണ് കേട്ടോ. ഓക്കെ, അതാണ് ഫ്രഷർ അപ്രൻറ്റീഷസ് ഇവിടെ കാണാൻ. നിങ്ങൾക്ക് അടുത്ത ഡൊമസ്റ്റിക് ഡാറ്റ എൻട്രി ഓപ്പറേറ്ററിലേക്ക് നിങ്ങൾക്ക് +2 പാസ്സായിരിക്കുക. പ്ലസ് നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന സ്കിൽ സർട്ടിഫിക്കറ്റ് വേണം. ഡൊമസ്റ്റിക് ഡാറ്റ എൻട്രി ഓപ്പറേറ്ററിലുള്ള സ്കിൽ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഡൊമസ്റ്റിക് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നുള്ളതിലേക്ക് ഡാറ്റ എൻട്രി ഓപ്പറേറ്ററിലേക്ക് നിങ്ങൾക്ക് ജസ്റ്റ് +2 കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടാകാനും പാടില്ല. ഡിഗ്രി നിങ്ങൾക്ക് ഓവർ ക്വാളിഫിക്കേഷൻ ആയിട്ടാണ് കണക്കാക്കുന്നത് കേട്ടോ. ഓക്കെ, അതുകൊണ്ട് ഡിഗ്രി ഉണ്ടാകാൻ പാടില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് മുകളിൽ പറഞ്ഞ ക്വാളിഫിക്കേഷൻ കൂടാതെ ഈ പറയുന്ന BTech, MBA, CA, LLB, MCA തുടങ്ങിയുള്ള പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ക്വാളിഫിക്കേഷനോ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവരൊന്നും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ അല്ല കേട്ടോ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന അതാണ് അതിൻ്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ. ആ ക്വാളിഫിക്കേഷൻ്റെ മുകളിൽ ഉയർന്ന പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കൊന്നും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഏജ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് മിനിമം 18 വയസ്സ് മുതൽ നിങ്ങൾക്ക് 24 വയസ്സിൽ അപ്ലൈ ചെയ്യാം. 28/2/2025 വെച്ചിട്ടാണ് കണക്കാക്കുന്നത് ഏജ്. മിനിമം 18, മാക്സിമം 24 SC/ST OBC ഒക്കെ ആണെങ്കിൽ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. OBC ആണെങ്കിൽ 27 വയസ്സ് വരെ, SC/ST ആണെങ്കിൽ 29 വയസ്സ് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ ട്രെയിനിങ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് കൂടെ കാണാം. അപ്രൻറ്റീഷിപ്പ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 12 മാസമായിരിക്കും, അതൊരു 1 വർഷമായിരിക്കും. സ്റ്റൈപ്പൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു 8,000 to 12,000 വരെയൊക്കെ ആയിരിക്കും സ്റ്റൈപ്പൻഡായിട്ട് മന്ത്ലി ലഭിക്കുക. അതിൻ്റെ ഇടയിലുള്ള ഒരു സംഖ്യ ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് റിലാക്സേഷനും റിസർവേഷനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ SC/ST OBC ഒക്കെ ആണെങ്കിൽ സെൻട്രലിൻ്റെ പർപ്പസിന് തയ്യാറാക്കിയ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ഇനി സെലക്ഷൻ മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ
നമ്മൾ നാപ്സ് അല്ലെങ്കിൽ നാറ്റ്സിൻ്റെ പോർട്ടലൊക്കെ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അതൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ, അത് ഡിപ്ലോമ ആയിക്കോട്ടെ, ഇനി ഡിഗ്രി ആയിക്കോട്ടെ, +2 ആയിക്കോട്ടെ, എന്താണോ നിങ്ങളുടെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ, ആ ക്വാളിഫിക്കേഷന് കിട്ടിയിരിക്കുന്ന മാർക്കിന് ടോട്ടൽ പെർസെൻറ്റേജിനെ കണക്കാക്കിയിട്ടാണ് ഇതിലേക്ക് നിങ്ങൾ സെലക്ട് ആകുക. അതല്ലാതെ ഇതിലേക്ക് യാതൊരുവിധ റിട്ടൺ ടെസ്റ്റോ അല്ലെങ്കിൽ പേഴ്സണൽ ഇൻ്റർവ്യൂ ഒന്നും തന്നെ ഇല്ല. ജസ്റ്റ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണോ അതിൽ ഏറ്റവും ഉയർന്ന മാർക്ക് അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഉള്ള ഉദ്യോഗാർത്ഥികളെയാണ് ഇതിലേക്ക് സെലക്ട് ചെയ്യുക. റിട്ടൺ ടെസ്റ്റോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻ്റർവ്യൂ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്ന 2 ഘട്ടമുണ്ട്. ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ ടെക്നീഷ്യൻ, അതുപോലെ ട്രേഡ്, അതുപോലെ ഗ്രാജുവേറ്റ് അപ്രൻറ്റീഷിപ്പ് ആണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഏത് കാറ്റഗറിയിൽ അപ്രൻറ്റീഷിപ്പ് ആണെങ്കിലും നിങ്ങൾ ഈ പറയുന്ന വെബ്സൈറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം. അതേതാണെന്നുള്ളത് ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, അവിടെ കാണാൻ നിങ്ങൾക്ക് ട്രേഡ് അപ്രൻറ്റീസ്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്ന് പറയുന്ന അതിലേക്ക് അപ്ലൈ ചെയ്യുന്നവരും, അത് ഫ്രഷ് അപ്രൻറ്റീസസ് എന്ന് പറയുന്നത് +2 കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിലും, ഇനി ഡൊമസ്റ്റിക് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, അതായത് നിങ്ങൾ +2 കഴിഞ്ഞിട്ട് ഡൊമസ്റ്റിക് ഡാറ്റ എൻട്രി എന്നുള്ള സ്കിൽ സർട്ടിഫിക്കറ്റ് ഉള്ളവർ അപ്ലൈ ചെയ്യുന്ന ഈ 2 കാറ്റഗറിയിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നാപ്സിൻ്റെ, അതായത് NAPS എന്ന് പറയും, അതിൻ്റെ ലിങ്ക് ഞാൻ തരാം. നാപ്സിൽ എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, നാപ്സിൽ രജിസ്റ്റർ ചെയ്യുക മാത്രമല്ല അതിലൂടെ നമ്മൾ അപ്ലൈ ചെയ്യുകയും വേണം. ഇനി അടുത്തത് ടെക്നീഷ്യൻ അപ്രൻറ്റീഷിപ്പ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഡിപ്ലോമ കഴിഞ്ഞവരും അതോടൊപ്പം തന്നെ ഗ്രാജുവേഷൻ, ഏതെങ്കിലും വിഷയത്തിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞവരും അതുപോലെ തന്നെ നിങ്ങൾ BCom കഴിഞ്ഞവരൊക്കെ ആണെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ NATS ആണ്, നാറ്റ്സിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. നാറ്റ്സിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ നാറ്റ്സും നാപ്സ് എന്താണെന്നുള്ളത് ഞാൻ കാണിക്കട്ടോ. അതൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു കളയട്ടെ. ഓക്കെ, അപ്പോൾ ഇവിടെ മാത്രമേ രജിസ്റ്റർ ചെയ്താൽ പോരാ, ഇവിടെ രജിസ്റ്റർ ചെയ്യുകയും ആ രജിസ്റ്റർ ചെയ്ത വെബ്സൈറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം. ഓക്കെ, അതത് എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ നെയിം ഓഫ് ദ റീജിയൻ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ID, അത് നാറ്റ്സിലാണെങ്കിൽ ഇതാണ് ID വരിക, ഈ താഴെക്കടുത്താണ്. നാപ്സിലാണെങ്കിൽ ഇതാണ് ID പോയി സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ കാണിക്കാം കേട്ടോ, കൺഫ്യൂഷൻ അടുപ്പിക്കുന്നില്ല. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഫോട്ടോ സിഗ്നേച്ചറൊക്കെ അപ്ലോഡ് ചെയ്യണം. അത് നമ്മുടെ നാറ്റ്സിലും നാപ്സിലും നിങ്ങൾ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമ്മൾ ഈ പറയുന്ന IOCLൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം, IOCLൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നമ്മൾ ഇതിൽ വീണ്ടും രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ 2 ഘട്ടമായിട്ടാണ് ഞാൻ പറഞ്ഞു, അതൊന്നുകൂടി ഞാൻ വ്യക്തമാക്കി തരാം. ഓക്കെ, ഒരു മിനിറ്റ് ബാക്കിയുള്ള കാര്യങ്ങളോട് പറഞ്ഞിട്ട് കേട്ടോ. അവൻ അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി 10/2/2025 മുതൽ 3 മാർച്ച് 3 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇത്രയുമാണ് ഇതിൽ പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഇതിലേക്ക് ഒരു ഉദ്യോഗാർത്ഥിക്ക് ഏതെങ്കിലും ഒരു ട്രേഡ് കോഡിലേക്ക് അല്ലെങ്കിൽ ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. സ്റ്റാർട്ടിംഗ് ഡേറ്റ് 10/2 ക്ലോസിംഗ് ഡേറ്റ് 3 മാർച്ച്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ആവുന്നതുകൊണ്ട് ലിങ്ക് തരും, അതിൽ ക്ലിക്ക് ചെയ്താലേ നിങ്ങൾ നമ്മുടെ വെബ്സൈറ്റിലേക്ക് അഴുകി വരിക. ഇവിടെ കാണാം IOCL അപ്രൻറ്റീഷിപ്പ് 2025 എന്ന് പറഞ്ഞിട്ട് അപ്ലൈ 457 വേക്കൻസീസ് ആണ് കാണാം. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്താൽ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് ഇവിടെ കാണാം. ഇതിൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്ലിക്കേഷൻ ഫോം ഇവിടുന്ന് കിട്ടും. അതിന് മുൻപ് നമ്മൾ അപ്ലിക്കേഷൻ ഫോമിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ NATSൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മതി. ഓക്കെ, നിങ്ങൾക്ക് അതിലൂടെ അപ്ലൈ ചെയ്യാം. ഞാൻ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ NATS ഇവിടെ ഓപ്പൺ ആയി കാണിക്കാം. ഓക്കെ, ഇവിടെ NATSൻ്റെ നേരെയുള്ള ഇവിടെ ക്ലിക്ക് ചേർന്ന് കൊടുക്കുമ്പോൾ ഇത് നാറ്റ്സ്. ഓക്കെ, ഇതിൽ ആദ്യം രജിസ്റ്റർ ചെയ്യേണ്ടതാണ് വെച്ചാൽ ഒന്ന് BCom കഴിഞ്ഞവർ, ഇപ്പോൾ ഞാൻ ഈ പറയുന്ന എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർ കേട്ടോ, BCom കഴിഞ്ഞവർ, ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമുള്ളവർ, ഇനി നിങ്ങൾ ഡിപ്ലോമ, ഓക്കെ, 3 വർഷത്തെ ഡ്യൂറേഷനുള്ള ഡിപ്ലോമ അല്ലെങ്കിൽ 2 വർഷം ലാറ്ററലിലൂടെ കഴിഞ്ഞുള്ള ഡിപ്ലോമ ആണെങ്കിൽ അങ്ങനെയുള്ള ഈ കാറ്റഗറിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ വെബ്സൈറ്റിലാണ് ചെയ്യേണ്ടത്. കണ്ടോ, ഇവിടെയാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്, NATS. ഓക്കെ, ഈ NATSൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ഓൾറെഡി രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ സ്റ്റുഡൻറ്റ് എന്നുള്ള ഇതുണ്ടാവും. ആ സ്റ്റുഡൻറ്റിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സ്റ്റുഡൻറ്റ് രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യണം. ഇല്ലെങ്കിൽ ലോഗിൻ ചെയ്താൽ മതി. ഓക്കെ, ലോഗിൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൽ ജസ്റ്റ് ഞാനൊന്ന് നോക്കട്ടെ, ലോഗിൻ ചെയ്ത് നോക്കണേ, ജസ്റ്റ് 1 മിനിറ്റ്. ഞാനിത് എഡിറ്റിംഗ് ഇല്ല, അതാണ് എൻ്റെ പ്രശ്നം. നമ്മൾ ഡയറക്റ്റ് ഇതിടുന്നതുകൊണ്ട് ഇങ്ങനെയൊക്കെ വരുന്ന ടൈം നമുക്കതൊന്ന് കട്ട് ചെയ്യാൻ പറ്റില്ല. ലോഗിൻ ചിലപ്പോൾ ഇത് എററായിരിക്കും, കാരണം സോറി, ഞാൻ 10+1 തന്നെ അവിടെ ഇട്ട് കൊടുത്ത് 11 എന്നുള്ള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, യെസ്, ലോഗിൻ കൊടുക്കുന്നു. ഓക്കെ, എററാണ്, കാരണം ഞാൻ പാസ്വേഡ് കൊടുത്തതിൽ ചെറിയ എന്താണ് എന്നുകൊണ്ടാക്കി വെച്ച അക്കൗണ്ട് ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം ഇതിലേക്ക് ലോഗിൻ ചെയ്യാം. ഒരു ഫോർഗെറ്റൊക്കെ അടിച്ച് ക്ലിയർ ചെയ്യാം, പക്ഷേ അതിന് സമയം പിടിക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഭയങ്കര ലാഗാവും, എഡിറ്റിംഗ് ഇല്ലാത്തതുകൊണ്ടാണ്. ഇതിൽ ലോഗിൻ ചെയ്തിട്ട് നിങ്ങളുടെ ഡാഷ്ബോർഡിൽ നിങ്ങൾക്ക് അപ്രൻറ്റിഷിപ്പ് സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. ആ സെർച്ചിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അത് സെർച്ച് ചെയ്തിട്ട് ഞാൻ പറഞ്ഞില്ല, സെർച്ച് എസ്റ്റാബ്ലിഷ്മെൻറ്റ് നമ്പർ പറഞ്ഞല്ലോ. ഓക്കെ, എസ്റ്റാബ്ലിഷ്മെൻറ്റ് നമ്പർ ഞാൻ കാണിച്ചില്ലേ, ഒന്നുകൂടെ കാണിക്കാതാ.
ഈ എസ്റ്റാബ്ലിഷ്മെൻറ്റ് നമ്പർ അടിച്ചു കൊടുത്താൽ മതി. നാറ്റ്സിലാണെങ്കിൽ സദേണാണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ സദേണിലെ ഈ നമ്പറാണ്. ഇത് ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അടിച്ചു കൊടുത്താലും മതി. ഓക്കെ, അതാണ് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ ഈ പറയുന്ന +2 കഴിഞ്ഞവരാണെങ്കിലും +2 കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന ഡൊമസ്റ്റിക് ഒരു ട്രേഡ് ഉണ്ടല്ലോ, എന്തായിരുന്നു, ഡൊമസ്റ്റിക് ഡാറ്റ എൻട്രി ആണോ, സോറി ഓർമ്മയിൽ വരുന്നില്ല, യെസ് ഇതാണ് ഈ പറയുന്ന ഡൊമസ്റ്റിക് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്ന് പറയുന്ന ആ ഒരു ട്രേഡിലേക്കും നിങ്ങൾ +2 കഴിഞ്ഞിട്ടുള്ള ഈ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററിലേക്കും അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കയറേണ്ട വെബ്സൈറ്റ് ആണ് ഇവിടെ കാണാം നിങ്ങൾക്ക്, നാപ്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യാറുന്ന് കൊടുക്കുക. ഓക്കെ, NAPS എന്ന് പറയും. ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ ലോഗിൻ ഒരു രജിസ്റ്റർ എന്നുള്ള ബട്ടൺ അതിൽ ക്ലിക്ക് ചെയ്യുക, കാൻഡിഡേറ്റ് എന്നുള്ള സെലക്ട് ചെയ്യുക. ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ലോഗിൻ എന്നുള്ള ഇതിൽ നിങ്ങളുടെ ഇമെയിൽ ID വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ആദ്യമായിട്ടാണ് വരുന്നെങ്കിൽ രജിസ്റ്റർ ആസ് കാൻഡിഡേറ്റ്സ് കൊടുക്കുക. ഇനി ITI കഴിഞ്ഞിട്ടാണെങ്കിൽ ITI എന്നുള്ള കൊടുത്തിട്ട് ITIയുടെ റോൾ നമ്പർ കൊടുത്ത് നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ITI ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പറും മെയിൽ ID കൊടുത്ത് അങ്ങനെയാണ് ചെയ്യുക. എന്നിട്ട് ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്യുക മാത്രം ചെയ്താൽ പോരാ. നമ്മൾ ഇതിൽ എന്ത് ചെയ്യണം, ആ എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ നമ്മൾ പോയിട്ട് അപ്ലൈ ചെയ്യണം. അതിൻ്റെ പേര് നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, ഇവിടെയാണ് അപ്രൻറ്റീഷിപ്പ് ഓപ്പർച്യൂണിറ്റി എന്നുള്ളതുണ്ടാവും. ഇങ്ങനെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്താൽ ഇവിടെ നിങ്ങൾ IOCL നിന്ന് അടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്യണം. അത് നാറ്റ്സിലാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡാഷ്ബോർഡിൽ കാണാൻ പറ്റും. നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും പേഴ്സണൽ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് എന്ത് ചെയ്യണം, അതിൽ ആഡ് ചെയ്യണം കേട്ടോ. എന്നിട്ടാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. എന്നിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഈ നാപ്സിലും നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആപ്ലിക്കേഷൻ ഫോം എന്നുള്ളത് ഇവിടെ കാണാം. നിങ്ങൾക്ക് അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഇത് നമ്മുടെ IOCLൻ്റെ വെബ്സൈറ്റിൽ നമ്മൾ അപ്ലൈ ചെയ്യണം. കണ്ടോ, നേരെ IOCLൻ്റെ വെബ്സൈറ്റിലേക്കാണ്, പൈപ്പ് ഡിവിഷനിലേക്കാണ് പോയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് കാര്യങ്ങൾ കാണാം. അപ്പോൾ ആദ്യമായിട്ടാണ് വന്നെങ്കിൽ രജിസ്റ്റർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓൾറെഡി നമ്മൾ ഇതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള ഫോമാണ് ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്നത്. അപ്പോൾ നമ്മൾ രജിസ്റ്റർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസും ഏത് റീജിയനാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ ആ റീജിയൻ സെലക്ട് ചെയ്യാം. ഇപ്പോൾ സദേൺ റീജിയൻ ആണെങ്കിൽ സദേൺ കൊടുക്കാം. ഓക്കെ, ഏത് ട്രേഡ് ആണെന്ന് ചോദിച്ചാൽ നമ്മളത് സെലക്ട് ചെയ്യാതെന്ന്. ഓക്കെ, അപ്പോൾ സദേണിൽ തന്നെ നമുക്ക് തമിഴ്നാട് വരുന്നുണ്ട്, അങ്ങനെ ഓരോ പ്രദേശത്ത് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. ക്വാളിഫിക്കേഷൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്, അത് സെലക്ട് ചെയ്യാം. ഇങ്ങനെ നമ്മൾ ഓരോന്ന് ചെയ്തു. ഇത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഞാൻ വീണ്ടും പറയാം, നമ്മൾ ഈ പറയുന്ന ഡിപ്ലോമ കഴിഞ്ഞവരും അതുപോലെ തന്നെ ഏതെങ്കിലും വിഷയത്തിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞവരും BCom കഴിഞ്ഞവരും ആണെങ്കിൽ ഈ നാറ്റ്സിൻ്റെ അതിൽ കയറിയിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ നാറ്റ്സിൽ കയറിയിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് അതിലൂടെ തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ അപ്ലൈ ചെയ്യുകയും വേണം. അത് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഈ പറയുന്ന ആപ്ലിക്കേഷൻ ഫോമിൽ ക്ലിക്ക് ചെയ്ത് IOCLൻ്റെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം. 2 രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം. ഓക്കെ, 2 രീതിയിൽ നമ്മൾ അപ്ലൈ ചെയ്യണം. ഓക്കെ, മറ്റേത് +2 കഴിഞ്ഞ ശേഷം ഡൊമസ്റ്റിക് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ സ്കിൽ സർട്ടിഫിക്കറ്റ് ഉള്ളവർ എന്ത് ചെയ്യുക, ഇവരെ ഈ പറയുന്ന നാപ്സിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. നാപ്സിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നാപ്സ് വഴി അപ്ലൈ ചെയ്യണം. അത് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ വന്നിട്ട് നമ്മുടെ IOCLൻ്റെ വെബ്സൈറ്റ് വഴി നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ 2 പ്രാവശ്യം നമ്മളിവിടെ അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ചോദിക്കുക. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.